തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. വചനത്തിൻ്റെ നിറവ് സ്വന്തമാക്കി ജീവിക്കുകയും ആ വചനം അനേകർക്ക് അമൃതായി പകർന്നേകുകയും ചെയ്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. ഭാരതത്തിൽ വന്ന് ഭാരതീയരോട് സംസാരിച്ചതൊക്കെ വചനത്തെക്കുറിച്ചായിരുന്നു. വചനത്തിൻ്റെ നിറച്ചാർത്താണ് അദ്ദേഹം പകർന്നേകിയത്. രാവിലെ മുതൽ രാത്രിയുടെ യാമങ്ങൾ വരെ അദ്ദേഹത്തിൻ്റെ കൈപോലും കടയുന്ന രീതിയിൽ അദ്ദേഹം ശുശ്രൂഷ വേല ചെയ്തത് അനേകർക്ക് കരം വെച്ച് പ്രാർത്ഥിക്കുകയും ശിരസിൽ അവരെ തൈലാഭിഷേകം ചെയ്തുമൊക്കെയാണ് അദ്ദേഹം കടന്നുപോയിട്ടുണ്ടായിരുന്നത്. ഫ്രാൻസിസ് അസിസി ആണ് അങ്ങനെ ഒരു വാചകമൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നശ്വരമായ അപ്പത്തിനു വേണ്ടിയല്ലാതെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി. ദ ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി, അങ്ങനെയാണ് പുണ്യവാൻ്റെ ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം പറയാറ്. ലോകം മുഴുവൻ പിടിച്ചാലും എടുത്താലും സ്വന്തമാക്കിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താ? അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. അദ്ദേഹം ഒരിക്കലും നശ്വരമായ കാര്യത്തെക്കുറിച്ചല്ല ചിന്തിച്ചിരുന്നത്. ഓരോ പ്രഭാതത്തിലും അദ്ദേഹം ഓർക്കായിരുന്നു, ഇന്ന് ആരോടൊക്കെ എനിക്ക് വചനം പറയാൻ പറ്റും, ആർക്കൊക്കെ ഈ ഒരു ഇറ്റേണൽ ബ്ലെസ്സിങ് നൽകാൻ പറ്റും എന്നൊക്കെ. എന്നും അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആരംഭിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തെ വിശുദ്ധരുടെ ഗണത്തിലേക്കൊക്കെ ചേർത്ത് വെക്കുന്നത്. ഈ ഗോവയിൽ പോലും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ആ കുഴിമാടത്തിന് ഇപ്പോഴും ഒരു ചൈതന്യം ഉണ്ടെന്ന് പറയുന്നു. മരിച്ചിട്ട് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞു, ഇപ്പോഴും ആ ശരീരം അഴുകിയിട്ടില്ല. മെഡിക്കൽ ഫീൽഡിന് പോലും അത് തെളിയിക്കാനും പറ്റിയിട്ടില്ല. ഇതെങ്ങനെയാണ്? ജീവിച്ചിരിക്കുന്ന ശരീരത്തിൽ പോലും ഇന്ന് പുഴുവരിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണേ. ഇത് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആ ശരീരത്തിൻ്റെ മുകളിലൊരു പുഴു പോലും വന്നിട്ടില്ല അത്രേ. അതെന്തുകൊണ്ടാണ് ചോദിക്കുമ്പോൾ അത് വചനത്തിൻ്റെ നിറവായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ദ മിസ്റ്റിക്കൽ ബോഡി എന്നൊക്കെ പറയുന്ന പോലെ ആ ശരീരം മുഴുവൻ ഇങ്ങനെ വചനത്തിൻ്റെ അഭിഷേകമായിരുന്നു, കർത്താവിൻ്റെ കുരിശിൻ്റെ സംരക്ഷണമായിരുന്നു. ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എത്താനായിട്ട് ഈ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരതയിലേക്ക് എങ്ങനെയാണ് ഈ ഫ്രാൻസിസ് സേവ്യർ കടന്നു വന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. പരിശുദ്ധ അമ്മയാണ് എൻ്റെ സഹായം. പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കാറ്. തലേദിവസം രാത്രിയൊക്കെ ഞാൻ ഒത്തിരി ക്ഷീണിച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. പക്ഷേ ഓരോ പ്രഭാതമാകുമ്പോഴേക്കും ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെയാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കും, അമ്മ ഇന്നത്തേക്ക് വേണ്ട ശക്തിയും സംരക്ഷണവും ഒക്കെ എനിക്ക് നൽകണമെന്ന്. അങ്ങനെ അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ആരംഭിക്കുമ്പോൾ അമ്മയുടെ നിറവ് എനിക്ക് കിട്ടാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുമ്പോഴാണ് ഞാൻ ശരിക്കുള്ള ആനന്ദം അനുഭവിച്ചിരുന്നത് എന്ന്. പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിരുന്നു ഭാരതത്തിലൊക്കെ വരുമ്പോൾ ഫ്രാൻസിസ് സേവ്യറിന്. ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിക്കാനുള്ള ശക്തി ലഭിച്ചത് ഓരോ പ്രഭാതത്തിലുള്ള ജപമാല പ്രാർത്ഥനയായിരുന്നു എന്ന് പറയുന്നത്. പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിച്ച് തുടങ്ങുക ഇന്ന്. പരിശുദ്ധ അമ്മയെ ഒത്തിരി പ്രതിബന്ധങ്ങളുണ്ടെന്ന്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അതിജീവിച്ചതുപോലെ അതിജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. നമ്മളുടെ ശരീരം അത് മിസ്റ്റിക്കൽ ബോഡിയായിട്ട് തീരാൻ നമ്മളെ സഹായിക്കുന്നവൾ പരിശുദ്ധ അമ്മയാണ്. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാത്ത ഒരു ദിവസമായിട്ട് ഈ ദിവസം മാറട്ടെ. പരിശുദ്ധ അമ്മേ, ഇന്ന് ഈ ദിവസം എനിക്ക് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ചിന്തിച്ചതുപോലെ ഗ്ലിംസ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അമ്മ പഠിപ്പിച്ചാൽ
എന്നിൽ മാറ്റങ്ങളുണ്ടാകും. അങ്ങനെ ഒരു പ്രഭാതം അമ്മയുടെ വിദ്യാലയത്തിൽ പഠിക്കുന്നവരായി തീരാൻ ഇന്ന് നമുക്കാവട്ടെ. ആമേൻ.